What's happening people, this is Kojima-chan and welcome back to another vlog. അങ്ങനെ നമ്മുടെ ജിമിനി ഓൾമോസ്റ്റ് 8000 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെറിയൊരു യൂസർ റിവ്യൂ ആണ് ചെയ്യാൻ പോണത്. എന്തൊക്കെയാണ് ഞാൻ വണ്ടി ചെയ്തേക്കണമെന്നും എങ്ങനെയുണ്ട് വണ്ടി, എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എല്ലാം എങ്ങനെ നേരിടുന്നു, എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ യെസ്, ഇതാണ് നമ്മുടെ ജിമിനി അല്ലേ. ഇതാണ് നമ്മൾ ചെറുതായിട്ട് നമുക്ക് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മോഡിഫൈ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഗ്രില്ല് മാറ്റി, പിന്നെ ലൈറ്റ് ഒന്നും മാറിയിട്ടില്ല. ഇതൊക്കെ സ്റ്റോക്കനുണ്ട്. ഗ്രില്ല് നമുക്ക് ഏകദേശം ഒരു 7000 രൂപ 8000 രൂപ ഗ്രില്ല്. നമ്പർ പ്ലേറ്റ് ഒക്കെ വന്നു. ഫുൾ സെറാമിക് ഗ്രഫിൻ ബോറോഫിൻ കോട്ടിംഗ് ആണ് ചെയ്തേക്കുന്നത്. ടയേഴ്സ് നമ്മൾ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. 215 ടയേഴ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ടയർ എക്സ്, ടയർ ഗുരു, കിരൺ ചേട്ടൻ റെക്കമെൻഡ് ചെയ്ത ടയറാണ്. അടിപൊളി ടയറാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇതിനൊരു പ്രോബ്ലം ഫ്രണ്ടിലുണ്ടായി. ആ ഒരു കിങ് പിൻ മാറുന്നതും റോട്ടേഴ്സ് മാറുന്നതും, അതായത് ഒരു 120 100 പോയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ വോബ്ലിംഗ് ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അതിന് വാറണ്ടിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാധനം വന്നാൽ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ സൈഡ് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് എക്സ്ട്രാ വെച്ചാണ്, ഞാൻ ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായി. ഇതൊക്കെ നമ്മൾ ഫുൾ ബ്ലാക്ക് അടിച്ച്, അതുകൂടാണ്ട് താഴെ ജിമ്മിൽ നിന്നൊരു സ്ട്രിപ്പ് ഉണ്ട്. ആൻഡ് ഇവിടെ ചെറിയ വരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സാധനമൊക്കെ ഭയങ്കര ചീപ്പാട്ടോ. അതായത് ഇത് ഏകദേശം ഒരെണ്ണത്തിന് 800 എന്തോ ഉള്ളൂ ഈ ഒരു സൈഡിലെ ഈ ഒരു ക്ലാഡിങ്. അതുകൊണ്ട് ബമ്പർ നമ്മുടെ പൊട്ടിയിട്ടുണ്ട്. ഓഫ് റോഡൊക്കെ പോയിട്ട് ഇത് അകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടെന്നറിയില്ല, അകമൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ബമ്പറിന് 2000 രൂപ താഴെയുള്ളൂ ബമ്പറിൻ്റെ റേറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ടിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗർവാരയുടെ ആ ഒരു സേഫ്റ്റി ഗ്ലേസിങ് ചെയ്തിട്ടുണ്ട്. കണ്ട QR കോഡൊക്കെ ഗർവാരയുടെ ഇതുകൊണ്ട് QR കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ എക്സ്ട്രാ വെച്ചാണ് കൊച്ചി വെച്ചെന്നുള്ളത്. പീറ്റ്സ് ട്യൂണാണ് BMC എയർ ഫിൽറ്റർ. ആദ്യം സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഫിൽറ്ററാണ് ചെയ്തത്, പക്ഷേ അതിപ്പോൾ മാറ്റി വേറെ പൊളി സാധനം വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ബാക്കിലോട്ട് നോക്കാൻ പോയാൽ നമ്മൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയൊരു ഇതാട്ടോ, ഒരു നെറ്റാണ്. അത്യാവശ്യം കുഴപ്പമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല. മാറ്റൊക്കെ സ്റ്റോക്ക് തന്നെ ഉണ്ടായതാണ്. നമ്മൾ ഡാഷ് ക്യാം വെച്ചിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഡാഷ് ക്യാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയിൽ ഓവറോൾ ചെയ്തേക്കണേ. പിന്നെ ചെയ്തേക്കണേ ഉള്ളിലാണ്. അകത്ത് കാണിച്ചുതരാം. അകത്ത് ഇതാണ് അവസ്ഥ. അതായത് സെൻറ്ററിലും ഞാൻ ഒരു നെറ്റ് വെച്ചിട്ടുണ്ട്. ഇതും ആമസോണിൽ 150 രൂപ കിട്ടിയാണ്. ഇവിടെ ഒരു ഹോൾഡർ എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാൻ. അതായത് ഇപ്പോൾ ഞാൻ തൂക്കിയിടണം. പിന്നെ ഇത് ഗ്രാബ് ഹാൻഡിൽ അങ്ങനെ എന്തെങ്കിലും പറയാം, ഗ്രാബ് ചെയ്തിരിക്കാൻ ബാക്കി ഇരിക്കുന്നവർക്ക്. ഇപ്പോൾ ഹൈറ്റൊക്കെ എൻ്റെ അമ്മയൊക്കെ കയറുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലാന്ന് തോന്നുമ്പോൾ ഇതിന്മേൽ പിടിച്ച് കയറാൻ വേണ്ടി ആ ഒരു സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. സോറി, തൊപ്പിയൊക്കെ താഴെ വീണു. ഇവിടെയാണ് ഞാൻ തൊപ്പി വെക്കുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മൾ റൂഫൊക്കെ ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ടോ. അത് അടിപൊളി വർക്കാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20,000 22,000 റുപ്പീസ് ആയിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ചെയ്യാൻ, റൂഫ് ഫുൾ ബ്ലാക്ക് ചെയ്ത് ഡാമ്പ് ചെയ്യാൻ എനിക്ക് 6,000 റുപ്പീസ് ആയിട്ടുണ്ട്. ഏകദേശം 8-9 ഷീറ്റോളം നമ്മൾ മേളിൽ ഡാമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസം കണ്ടോ, നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് നേരത്തെ അടിക്കുമ്പോൾ ഒരു പാട്ടയുടെ സൗണ്ട് കേൾക്കുമായിരുന്നു. അതായത് റൂഫിലേക്ക് അടിക്കുന്ന സൗണ്ട് ഇപ്പോൾ ആ സൗണ്ട് ഇല്ല. ഒരു ഡാംഡ് സൗണ്ടാണ്, അത്ര സൗണ്ട് കേൾക്കണം. അപ്പം റൂഫ് നമ്മൾ ഡാമ്പ് ചെയ്തിട്ടുണ്ട്. സ്പീക്കേഴ്സോ കാര്യങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ അത് ഇവിടെ ഈ ഫുട് ബോർഡിൻ്റെ അവിടെ ഒരു സാധനം ഇവിടെ കത്തും. ജിമിനിന്ന് കണ്ടോ, ജിമിനിന്ന് ലൈറ്റ് കത്തണം. ഇതും മാരുതി തന്നെ സ്റ്റോക്ക് സാധനം തന്നെയാണ് ഞാൻ അയച്ചേക്കണേ. ഇവിടെ ചെറിയൊരു ജിമിനി കാണാൻ നിങ്ങൾക്ക് കുട്ടിയൊരു ജിമിനി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊന്നുമില്ല, ഒരു ആംറസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ലോക്കൽ ആംറസ്റ്റാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഊരി മാറ്റാം കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. എപ്പോൾ വേണമെങ്കിൽ ഊരി മാറ്റേണ്ട ഇപ്പാണ് 1000-1200 എന്തുള്ളൂ. യൂണിവേഴ്സൽ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സ്വിഫ്റ്റ്, മാരുതിയുടെ എല്ലാ വണ്ടിക്കും ഇത് വെക്കാൻ പറ്റും. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഫാൻസി സാധനമൊക്കെ ഭയങ്കര റേറ്റാണ്. ഏകദേശം 8000 രൂപയൊക്കെ പറയുന്നത് ഹാൻഡ് റെസ്റ്റിന്. അപ്പോൾ അത്രയും മുടക്കണമെന്ന് എനിക്ക് തോന്നിയില്ല, ജസ്റ്റ് കൈ വെക്കാനല്ലേ. അപ്പോൾ ഇത് മാത്രം മതി. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോറേജ് ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു കപ്പ് ഹോൾഡേഴ്സിൻ്റെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടൊന്നുമില്ല. പിന്നെ ഇത്രയും നമ്മൾ ചെയ്തേക്കണ വണ്ടിയിൽ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ടിലെ ആ ഒരു ഡാഷ് ക്യാം നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിക്ക് അകത്ത് കയറാൻ മുമ്പ് ഒരു സാധനം കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് ഈ സാധനം ഞാൻ പിടിപ്പിക്കുന്നത്. ദിസ് ഈസ് ദ BMCയുടെ ഓവൽ ട്രംപറ്റ് എയർ ബോക്സ് കേട്ടോ. ഇത് അവരുടെ പേറ്റൻ്റ് ടെക്നോളജി ആയിട്ട് ഫുൾ കാർബൺ ഫൈബർ സാധനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് സാധനം മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതങ്ങ് കയറ്റാം. ഭയങ്കര ഈസിയാണ്. നമുക്കങ്ങനെ വലിയ ടാസ്ക് ഇല്ല ഇത് ചെയ്യാനായിട്ട്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അരമണിക്കൂറിൽ പരിപാടി തീർന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ചെയ്യാനുള്ള. പിന്നെ സ്റ്റേജോട് നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തിനാ സ്പേസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു ടെർബോ വെക്കാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ്സ് ഒന്ന് മാറ്റണം. കുറച്ചും കൂടി കൂടിയ സ്പാർക്ക് പ്ലഗ് ഇട്ടാൽ എഞ്ചിൻ്റെ നോയ്സ് കുറച്ച് കുറയുമെന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണം. ഒരു ടെർബോ ഇപ്പോഴൊന്നുമില്ല, ഭാവിയിൽ ഒരു ടെർബോ എനിക്ക് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വണ്ടി ഭയങ്കര കേപ്പബിളാണ്. ടെർബോ ഒക്കെ സെറ്റ് ചെയ്യാം. പുറത്ത് കുറേ പേര് ഈ വണ്ടി പുറത്തിറങ്ങിയതുകൊണ്ട് ഇതിൻ്റെ കുറേ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. സോ യെസ്, ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് അവർ ജിമിനി, ദാറ്റ്സ് അവർ കിങ്ങിണി, ദാറ്റ്സ് അവർ വെള്ളിമുങ്ങ. അപ്പോൾ അകത്തേക്ക് കയറാമല്ലേ. അകത്തേക്ക് കയറുമ്പോൾ തന്നെ സീറ്റൊക്കെ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തേക്കൊണ്ട് കുഴപ്പമില്ല. സ്പേസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പ്രിറ്റി മച്ച് ഹാപ്പിയാണ്. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഈ എൻ്റെ ഒരു സൈസ് വെച്ചിട്ട് അപ്പുറത്തെ ഡോറിൽ കയ്യെത്തണ കുറവ് വണ്ടികളാണ്. ലോ ഫ്യൂൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കല് മൊത്തം. അപ്പോൾ അപ്പുറത്ത് വരെ കയ്യെത്തണ ഒരിതാണ്. പിന്നെ സാധനങ്ങൾ വെക്കാൻ സ്പേസ് ഇല്ലെന്ന് ചോദിച്ചാൽ ഇവിടെ അത്യാവശ്യം ഫോണും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. ഫോൺ ഇവിടെ വെക്കാം. കണ്ടോ,
കറക്റ്റ് 2 ഫോൺ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വെക്കാം. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. നമുക്ക് അറ്റത്തെ ഡോറ് വരെ നമുക്ക് ആക്സസ് ഉണ്ട്. അതിൻ്റെ മേളിൽ എല്ലാ വണ്ടിയിലും എനിക്ക് തോന്നുന്നില്ല, ചെറിയ ആ ഒരു മിനി സൈസ് വണ്ടിയാണ്. ഞാൻ പ്രതി മച്ച് ഹാപ്പിയാണ്. എനിക്ക് അത്യാവശ്യം ലെഗ് റൂം ഉണ്ട്, ലെഗ് സ്പേസ് ഉണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു സാധനം വരും, അത് ചിലപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ മാനുവലിന് അതില്ല. അപ്പോൾ ഐ എം കംഫർട്ടബിൾ. കണ്ടോ താക്കോലൊക്കെ തൂക്കിയിടാൻ ഞാൻ ഇവിടെ തൂക്കിയിട്ടേക്കണേ താക്കോല്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. ഇത് ആൽഫ വേരിയൻ്റ് ആണ്, അതുകൊണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം. പിന്നെ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം. പിന്നെ വണ്ടി ഏകദേശം 8000 കിലോമീറ്റർ ഉണ്ട്. 7727 കിലോമീറ്റർ ആണ് നമ്മുടെ വണ്ടി ഓടിയേക്കുന്നത്. 8000 കിലോമീറ്റർ ആവുന്നു. സർവീസൊക്കെ കഴിഞ്ഞു. 10,000-ത്തിനാണ് ഓയിൽ ചേഞ്ച് പറയുന്നത്, പക്ഷേ 1000 തന്നെ ഓയിൽ ചേഞ്ച് ചെയ്തായിരുന്നു. പിന്നെ ഇപ്പോൾ വാറണ്ടിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വിച്ച് ചീത്ത കേട്ടോ, അപ്പ് മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്, ഡൗൺ വർക്ക് ചെയ്യണില്ല. സ്വിച്ച് ചീത്തയായി. ഇടയ്ക്ക് റിയർ വിൻഡോയും ചീത്തയായി പോയി. റിയറിൻ്റെ ഏതോ ഒരു സൈഡും പൊങ്ങൂലായിരുന്നു. ഇപ്പോൾ 2 സൈഡും പൊങ്ങുന്നുണ്ട്, പക്ഷേ ഏതൊരു സമയത്ത് അത് പൊങ്ങൂലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടായി. ബട്ട് ഇറ്റ്സ് പ്രിറ്റി മച്ച് ഫൈൻ. പെർഫോമൻസ് വൈസ് എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ഇനീഷ്യലൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് എയർ ഇൻടേക്ക് വെച്ചപ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എയർ ഇൻടേക്കും സ്റ്റേജ് ഓൺ ചെയ്തപ്പോൾ തന്നെ ആ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് കൂടി. പക്ഷേ എന്നാലും വണ്ടി ഹയർ RPM ഒരു ചോക്ക് ചെയ്യണ ഒരു ഫീൽ ഉണ്ടായി. അതായത് പിന്നെ പവർ വന്നില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടായി. അത് ഇപ്പോൾ വെച്ചേക്കണ ഈ സാധനം വെച്ചപ്പോഴത്തേക്കും ആ ഒരു വിഷമം അങ്ങ് മാറി കിട്ടിയിട്ടോ. കാര്യം അന്യായ പെർഫോമൻസ് ആണ്, അന്യായ പെർഫോമൻസ്. നല്ല എയർ ഇൻടേക്കാണ്, നല്ല രീതിയിൽ എയർ വലിക്കുന്നുണ്ട്. സൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് പുറത്തുനിന്ന് ഫീൽ ചെയ്യും. എഞ്ചിൻ്റെ സൗണ്ട് ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യും. ജസ്റ്റ് കാലെടുക്കുന്നുണ്ട്, കയറി പോകണ്ട. 3000 RPM കഴിയുമ്പോൾ അങ്ങ് ആ തുടങ്ങൂടെ, നമുക്കത് ഫീൽ ചെയ്യുക. ആ വണ്ടി വലിക്കണതായിട്ട്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് പോയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പെർഫോമൻസ് കാണിച്ചു തരാട്ടോ. കാലെടുത്തു. 3000 RPM കഴിഞ്ഞു. 4000, 6000-ത്തിലൊക്കെ വെറുതെ ആ ഒരു എല്ലാ ഒരു റെവിലും, അതായത് ഫുൾ ആ ഒരു RPM തീരണം അവിടം വരെ നമുക്ക് പവർ ഇപ്പോൾ ഡെലിവറി ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തേക്കാണെങ്കിൽ 5000 RPM കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡെഡായിട്ട് തോന്നാറുണ്ടായി വണ്ടി. അപ്പോൾ അത് ഈ ശരിക്കും മാറി കിട്ടി. നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. അതിനായിട്ടുള്ള നല്ല ഒരു ഗുണം എനിക്ക് ഈ വണ്ടിയിൽ ഈ എയർ ഫിൽറ്ററും മാപ്പ് ചെയ്തപ്പോൾ നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കിപ്പോൾ മാപ്പ് ചെയ്യാനുള്ള ഒരു 22,000 രൂപ അല്ലെങ്കിൽ അങ്ങനെ ഫണ്ട് പ്രശ്നമാണ്. അത്രയും ഫണ്ട് മുടക്കണ്ട. എങ്ങനെ സിമ്പിളായിട്ട് പവർ കൂട്ടാന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ, നല്ലൊരു വലിയ എയർ ഫിൽറ്ററും ഒരു സ്നോർക്കലും കൂടെ വെച്ചാൽ, അതായത് ഈ പില്ലറിൽ വന്ന സ്നോർക്കലല്ല, അയൺമാൻ്റെ ഒരു വലിയ സ്നോർക്കലുണ്ട്, ആ സ്നോർക്കൽ വെച്ചാണ്ടല്ലോ വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വ്യത്യാസം വരും. ആ എയർ ഇൻടേക്ക് തന്നെ നല്ലൊരു പെർഫോമൻസ് വ്യത്യാസം വരും കേട്ടോ. അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്യാം. മാപ്പ് ചെയ്യണതിന് മുമ്പ് നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടെ എയർ ഇൻടേക്ക് കൂട്ടി കൊടുത്താൽ വണ്ടിയുടെ പെർഫോമൻസ് കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യത്യാസം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്തായാലും നിങ്ങൾക്ക് തോന്നും. സോ അതാണ് വണ്ടീൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാനുള്ള. മൈലേജ് നോക്കാൻ പോയാൽ എനിക്ക് ഏകദേശം 11, 12, 13 ആണ് മാക്സിമം എനിക്ക് ഹൈവേയിൽ കിട്ടിയേക്കണം. അതിന് മേളിൽ എനിക്ക് കിട്ടിയിട്ടില്ല. 13ഒക്കെയാണ് എനിക്ക് മാക്സിമം കിട്ടിയേക്കണത്. പിന്നെ 16 കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 40-50 ഫിഫ്ത്ത് ഇയറിൽ ഇങ്ങനെ അഴിഞ്ഞു പോവുക. അങ്ങനെയാണെങ്കിൽ 16 വരെ കാണിച്ചിട്ടുണ്ട്. മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടോ. മാപ്പ് ചെയ്യുന്നതിന് മുമ്പല്ല, മാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ലോങ് പോയപ്പോൾ 15 കിട്ടിയിട്ടുണ്ടായി സ്റ്റോക്ക് ടയേഴ്സിൽ. എനിക്ക് 13 വരെയൊക്കെയാണ് മാക്സിമം നമുക്കിപ്പോൾ മാപ്പ് ചെയ്തൊരു കണ്ടീഷനിൽ ഈ ടയേഴ്സും ഫുൾ ലോഡിൽ എനിക്ക് കിട്ടിയേക്കണം. ഗോവയിൽ പോയി വന്നപ്പോൾ കിട്ടിയ മൈലേജാണ് ഞാൻ പറയണത്. അപ്പോൾ അതാണ് മൈലേജിൻ്റെ കാര്യം. പിന്നെ സസ്പെൻഷൻ ആൻഡ് കംഫർട്ട് വൈസ് ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഞാൻ വീട്ടുകാരായിട്ട് ഇടുക്കി ട്രിപ്പ് പറഞ്ഞാൽ പോയിട്ടുണ്ടായി. ഇടുക്കി ട്രിപ്പിൽ വീട്ടുകാർ എവിടെയും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതായത് അവർ ഫുൾ ടൈം വണ്ടിക്കകത്തായിരുന്നു. ഏതൊരു സ്ഥലം കാണാൻ പോകണമെങ്കിലും ആ ഒരു നടന്നു പോകേണ്ട ഭാഗം, അതായത് ഓഫ് റോഡ് ഭാഗമൊക്കെ ഇതിൽ തന്നെ കയറി വീട്ടുകാരെയൊക്കെ സൂചിച്ചിരുന്ന് നമ്മൾ ഓടിച്ച് മേളിലേക്ക് എത്തി. അതായത് ഞങ്ങൾ 5 പേരുണ്ടായി, പിന്നെ ഞങ്ങളുടെ പട്ടിക്കുട്ടി ഉണ്ടായി ടാക്കോ. അപ്പോൾ ഞങ്ങൾ ഈസി ആയിട്ട് എല്ലാ സ്ഥലവും കവർ ചെയ്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഞങ്ങൾ 5 പേര് പോയിട്ട് 5 പേര് ബാക്കിൽ 3 പേർക്ക് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് സൈസ് കുറഞ്ഞ ഒരാളായിരുന്നു അതിൻ്റെ ചേച്ചി. അപ്പോൾ ചേച്ചീനെ നടുക്ക് പിടിച്ചിരുത്തിയിട്ട് ഞങ്ങളുടെ പപ്പിയും ബാക്കിയിരുന്നു. ഞങ്ങളുടെ സാധനങ്ങൾ 2-3 ദിവസത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഈ ഒരു ജിമ്മയിലായിരുന്നു യാത്ര. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുൾ ആ ഒരു ഇടുക്കി ട്രിപ്പ് കവർ ചെയ്ത് വീട്ടുകാർക്ക് ഇറങ്ങി നടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഈസി ആയിട്ടാണ് അവർ ഫുൾ ട്രിപ്പ് എൻജോയ് ചെയ്തത് ജിമ്മിനിക്കകത്ത് ഇരുന്നിട്ട്. സോ അതായിരുന്നു കംഫർട്ടിൻ്റെ കാര്യം. സീറ്റിങ് എനിക്ക് ലെതറിനെക്കാട്ടും ഈ ഒരു സീറ്റ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഇത് എന്ത് സാധനം തന്നെ ഊർക്കാണോ, പേടിച്ചു പോയി. ഭയങ്കര സൈസ്. നിങ്ങളുടെ ടയേഴ്സൊക്കെ മാറ്റിയിട്ട് പൊളി.
സോ അപ്പോൾ സീറ്റ് എനിക്ക് ലെതർ സീറ്റിനെക്കാട്ടും ഈ ഒരു ഫാബ്രിക് സീറ്റാണ് കുറച്ചുകൂടെ ബ്രീതബിൾ ആണ്, വേർക്കണില്ല പെട്ടെന്നൊന്നും. ചെളി പൊടിയൊക്കെ പെട്ടെന്ന് പിടിക്കും, ബട്ട് അത് നമ്മൾ നന്നായിട്ട് ഇടയ്ക്ക് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വലിയ ട്രിപ്പൊക്കെ പോയി വന്നിട്ട് നല്ല രീതിയിൽ വാക്യൂം ചെയ്ത് എയറൊക്കെ അടിച്ച് സെറ്റ് ആക്കി അത് നല്ല ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ലെതർ ആകുമ്പോൾ ചൂടെടുക്കും. ഇപ്പോൾ പ്യുവർ ലെതറൊക്കെ ആണെങ്കിൽ ഒരു 6-11 ഈ ചില്ല് താത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ടാറ്റയായി കൊടുക്കുക, നെസ്മല്ലേ അത്. സോ അതായത് നമ്മുടെ സീറ്റിൻ്റെ കാര്യങ്ങളുടെ സീറ്റിനെ പറ്റി എനിക്ക് പറയാനുണ്ടായിരുന്നു. സീറ്റ് നമുക്ക് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഇട്ടാം. പിന്നെ യൂട്ടിലിറ്റീസ് ഇപ്പോൾ കുറേ ഇറങ്ങുന്നുണ്ട്. ഈ പോക്കറ്റിൽ ഇവിടെ നമുക്കൊരു സാധനം ചെയ്യാം, ഈ സെൻറ്ററിൽ ഒരു സാധനം ചെയ്യാം, ഇവിടെ ഒരു സാധനം ചെയ്യാം, ഇവിടെ മേളിലൊരു സാധനം യൂട്ടിലിറ്റി ഒരു ബോക്സ് സെറ്റ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജിമ്മിക്കുണ്ട്. ഇഷ്ടം പോലെ ആക്സറീസ് ആണ്. ജപ്പാനിൽ നിന്ന് ഇറങ്ങണം, എനിക്ക് ഇനി അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ ചെയ്യണം, മേളിലൊരു റൂഫ് റാക്ക് വെക്കണം, സൈഡിൽ സാൻഡ് ബോർഡിൻ്റെ ഒരു സാധനം വെക്കണം, റിയറിൽ ലാഡർ വെക്കണം. ലാഡർ വെക്കണം, എല്ലാവർക്കും കുറച്ച് ഡോർ ബെൻഡ് ആവണം എന്നൊക്കെ കേൾക്കണം. അതൊന്നും ലാഡറിന് നമുക്ക് ആവശ്യമില്ല, മേളിൽ നമുക്ക് വലിഞ്ഞ് ചവിട്ടി എങ്ങനെയെങ്കിലും കയറാം. ബട്ട് ഇത്രയും സാധനങ്ങൾ എനിക്ക് വെക്കണമെന്നുണ്ട്. അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ ചെയ്യണമെന്നുണ്ട്, സ്നോർക്കൽ ഒരെണ്ണം വെക്കണമെന്നുണ്ട്. ഏത് വെക്കുമെന്നാണ് ഇപ്പോൾ ഇത്രയും വലിയ എയർ ഇൻടേക്ക് വെച്ചുകൊണ്ട് ചെറിയ സ്നോർക്കൽ വെച്ചാൽ ചിലപ്പോൾ വണ്ടി ചോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. എയർ വലിക്കുമ്പോൾ ചെറിയ ഇൻലെറ്റാണ് അതിൻ്റെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ മാരകമായ മോഡിഫിക്കേഷനൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് ആഗ്രഹമുള്ളത് ഒരു ടെർബോയും പിന്നെ ഒരു സസ്പെൻഷൻ അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്താൽ തന്നെ ഞാൻ അത്യാവശ്യം ഹാപ്പിയാണ്. അതിനുവേണ്ടി ഉള്ള ഒരു പ്രയത്നമാണ് അടുത്തൊരു 2 yearsൽ എനിക്ക് ഇതൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി പയ്യെ ചെയ്യാം. നമുക്കിപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ വണ്ടി ബ്രിയോ വീട്ടിലുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ചെയ്യാം. അത് ഓൾമോസ്റ്റ് ഞാൻ സെയിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. 2 കാർ ആരും ഇല്ല ഉപയോഗിക്കാൻ വീട്ടിൽ. കാറ് ഞാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ, വേറെ ആരും ഈ കാർ ഉപയോഗിക്കില്ല. കാറുകൾ ആരും ഉപയോഗിക്കില്ല വീട്ടിൽ. ചേച്ചി അളിയനൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് നമുക്ക് അടുത്ത അപ്ഗ്രേഡ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അടുത്ത എൻ്റെ ഒരു ആഗ്രഹം റൂഫും ആ സാധനങ്ങളൊക്കെയാണ്, ആക്സറീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ നോക്കണത്. അതാണ് എൻ്റെ ഒരു പ്ലാൻ ഈ വണ്ടിയിൽ ചെയ്യാനുള്ളത്. ഗൈസ്, ഇതാണ് നമ്മുടെ നെസ്മലിൻ്റെ വണ്ടി കേട്ടോ. എയർ സസ്പെൻഷനൊക്കെ ചെയ്ത് ഫുൾ മോഡ് ചെയ്ത് വെച്ചേക്കണേണ്. KL ആക്കി HRO DL എന്തായിരുന്നു N1 കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് കയറിയിരിക്കണം. എന്തൊക്കെയുണ്ടോ ഫുൾ സെറ്റ് ചെയ്ത്. അപ്പോൾ ഇവരെന്തോ ഒരു ഫോട്ടോഷൂട്ടിന് വന്നാണ് ഇവിടെ. ഇന്റീരിയർ വല്ലതും ചെയ്താ? ഈ സ്റ്റിയറിംഗ് വേറെ? ഓ നൈസ്. ഓ മറ്റേ മേളിൽ ലൈറ്റ് വന്ന അല്ലേ? ആ ഓ മൈ ഗോഡ്, എന്താ സാധനം അല്ലേ. സോ അങ്ങനെ അപ്പോൾ അതായിരുന്നു എനിക്ക് വണ്ടിനെ പറ്റി പറയാനുള്ള. ഗ്ലിച്ചസ് ഉണ്ട് ഈ സാധനത്തിന്. ആൻഡ്രോയിഡിന് കുറച്ച് ഗ്ലിച്ചൊക്കെ ഉണ്ട്. ഇടയ്ക്ക് കണക്ട് ആവും, ഇടയ്ക്ക് കണക്ട് ആവില്ല, തോന്നിയ പോലെയൊക്കെ. ഇതോ ആറായിട്ട് തുള്ളി വരുന്നു ഗായ്സ്. എന്താ സൗണ്ട്? ഇപ്പോൾ ഗ്ലിച്ചസ് ഉണ്ട് നമുക്ക്, ഇതിന് കുറച്ച് ഗ്ലിച്ചസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ സ്വിച്ചസ് ചിലപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ബാക്കി ഓഫ് റോഡ് അത്യാവശ്യം കുറേ ഓഫ് റോഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വണ്ടി ഇല്ലയെന്നൊന്നുമല്ല, ചിലപ്പോൾ നിങ്ങൾ വീഡിയോസ് ആയിട്ട് കാണാതായിരിക്കും. പക്ഷെ എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ ഓഫ് റോഡൊക്കെ ഞാൻ പോകുന്നുണ്ട്. നല്ല നല്ല ട്രെയിൽസ്, ഈ വണ്ടിയായിട്ട് ട്രെയിൽസ് കൂടുതൽ പോകാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വണ്ടി എടുത്തിട്ട്. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. സർവീസ് സെൻ്ററിലായാലും ഭയങ്കര ഹെൽപ്പിംഗ് ആണ് അവർ. ജിമ്മിനിയുടെ സെയിൽസ് ഇപ്പോൾ പയ്യെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. കുറേ യൂട്യൂബേഴ്സും കുറേ പേര് ഇങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്, സെലിബ്രിറ്റീസ് കുറേ പേര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു സെക്കൻഡറി വണ്ടിയായിട്ടാണ് അവർ എടുത്തേക്കണേ. നമുക്കിത് പ്രൈമറി വണ്ടിയാണ്. പക്ഷേ ആ സെക്കൻഡറി വണ്ടിയായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അവരുടെ ഒരു പോസ്റ്റിലും ഓരോ ഇതിലേക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ വണ്ടി ആൾക്കാർ അതിൻ്റെ ഗുണങ്ങൾ ഇപ്പോഴാണെന്ന് തോന്നുന്നു മനസ്സിലാക്കി തുടങ്ങിയ. വണ്ടിയുടെ റേറ്റ് കുറച്ച് കൊടുത്തപ്പോൾ ആർക്കും വേണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടിക്ക് വേണ്ടി ഓരോരുത്തർ വിളിക്കും, എത്ര കിട്ടി, എവിടെ കിട്ടും, എന്താണ്. ഇപ്പോൾ കുറേ പേര് ബുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ വഴിയൊക്കെ കുറേ ബുക്കിങ്സും കാര്യങ്ങളൊക്കെ ഷോറൂമുകളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കൊള്ളാം, വണ്ടിയുടെ സെയിൽസൊക്കെ പയ്യെ കൂടുന്നുണ്ട്. ജപ്പാനിൽ അവർ ഈ സാധനം 5 ഡോർ ഇറക്കിയിട്ട് ഒറ്റ ദിവസം കൊണ്ടാണ് ബുക്കിംഗ് ഓപ്പൺ ആയ ദിവസം 50,000 ബുക്കിംഗ് അങ്ങനെ എന്തോ കയറിയുണ്ട്. അവർ ബുക്കിങ്ങെ ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഇനി വണ്ടി തരില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ജപ്പാനിലേക്ക്. അപ്പോൾ അതൊക്കെയാണ് ജിമ്മിനിയുടെ അവസ്ഥ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായുള്ളൂ ജിമ്മിയുടെ. എനിക്ക് കംപ്ലൈൻറ്റുകളായിട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. മാപ്പ് ചെയ്തിട്ട് ഞാൻ പ്രിറ്റി മച്ച് ഹാപ്പിയാണ്. നല്ലൊരു പെർഫോമൻസ് തന്നെ എനിക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതും മൈലേജ് അങ്ങനെ നോക്കുന്നില്ല, ബട്ട് ഓക്കെയാണ്. എൻ്റെ ബ്രിയോയ്ക്ക് എനിക്ക് 14 കിട്ടിക്കൊണ്ടിരുന്നത്, ഇതിനൊരു 12-11 കിട്ടുന്നത് സിറ്റിയിൽ. ഹൈവേയിൽ ബ്രിയോയ്ക്ക് 16-17 കിട്ടുമെങ്കിൽ ഇതിനൊരു 13-14 മാക്സ് അത്ര കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും കൂടെ മാപ്പ് ചെയ്ത് ട്യൂൺ ചെയ്താൽ ചിലപ്പോൾ റെഡിയാവും. ഇപ്പോൾ എയർ ഫിൽറ്റർ വെച്ചു, ഇനി ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. അതൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒന്ന് കറക്റ്റ് ആ മാപ്പ് നമ്മളൊന്ന് ക്ലിയർ ചെയ്യണേ. അതായത് കറക്റ്റ് ആ ഒരു
എക്സോസ്റ്റ് സിസ്റ്റത്തിനും ഇൻടേക്ക് സിസ്റ്റത്തിനും പറ്റിയ ഒരു മാപ്പിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് എക്സോസ്റ്റ് കൊണ്ട് ചെയ്തിട്ട് ഒന്നും കൂടെ പി സി കൊണ്ടുപോയി അവർ നമുക്ക് ചെയ്തു തരും. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അതാണ് നമ്മുടെ ജിംനിയുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തത് എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. അത് ഞാൻ ഇവിടെയും ചെയ്യുന്നു. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്തൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ചെയ്തേക്കണതെന്നും ചെറിയ ചെറിയ കാര്യങ്ങൾ. ജസ്റ്റ് ഒരു വണ്ടീനെ പറ്റിയുള്ള റിവ്യൂവും അല്ലെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസ് ഞാൻ ഇത്രയും ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണേ. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. പിന്നെ സ്റ്റിയറിംഗിൽ ഈ ചെറിയൊരു സാധനം വെച്ചിട്ടുണ്ട്, ബ്രിയോയിലും ഉണ്ടായത്. നമ്മൾ ഇത് ഓഫ് റോഡ് പോകുമ്പോൾ ഒരു ഗുണമില്ല, എന്നാലും ചുമ്മാ നമ്മൾ സിറ്റിയിലേക്ക് ഓടിക്കുമ്പോൾ ഞാൻ കുറച്ച് കൺവീനിയൻ്റ് ആണ്. ഞാൻ യൂസ് ടു ആയി ഈ സാധനത്തിൽ. ഈ വലിയ നോബിന് പകരം ഇങ്ങനെ കറങ്ങുന്ന സാധനം എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് സിഗ്നലൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെ കറക്കി കളിക്കാനും ചുമ്മാ ഇത് പിടിച്ച് തിരിക്കാനൊക്കെയാണ് കുറച്ച് കൺവീനിയൻ്റ് ആണ്, കുറച്ച് യൂസ്ഫുൾ ആണ്. കുറച്ച് യൂസ് ടു ആവണം, അല്ലെങ്കിൽ കൈ തന്നെ പോകും. അപ്പോൾ അത് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ വേറെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ നമ്മൾ ഓരോന്നായിട്ട് പയ്യെ പയ്യെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കും എന്താണ് നമ്മൾ വണ്ടിയിൽ ചെയ്യണതും. അപ്പോൾ എയർ ഫിൽട്ടർ ഐ ആം പ്രിറ്റി മച്ച് ഹാപ്പി താങ്ക്സ് ടു BMCയുടെ സ്റ്റോക്ക് റീപ്ലേസ്മെന്റ് ഫിൽട്ടർ അടിപൊളിയാണ്. കൂടുതൽ പവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓവൽ ട്രംപറ്റ് ബോക്സ് യൂസ് ചെയ്യാം. അത് വെച്ച് നിങ്ങൾക്ക് കൂടുതൽ എയർ ഇൻടേക്ക് നമ്മുടെ വണ്ടിക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് യെസ് 8,000 kilometers I am pretty much happy അല്ല, I am very happy with the car. ഇതിൻ്റെ പെർഫോമൻസ് ആയാലും യൂസബിലിറ്റി ആയാലും ഡ്രൈവബിലിറ്റി ആയാലും ആകെ വട്ടം കറക്കാൻ കുറച്ച് സമയം എടുക്കും. യൂട്ടേണൊക്കെ എടുക്കാൻ ലോറി എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ കറക്കി എടുക്കണം. അതെനിക്കൊരു യൂസ് ടു ആയി. സത്യം പറഞ്ഞാൽ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അറിയാം വണ്ടി എങ്ങനെ എടുക്കണം, എങ്ങനെ പോയാൽ എങ്ങനെ പെട്ടെന്ന് യൂട്ടേൺ എടുക്കാൻ പറ്റും എന്നൊക്കെ. ആൻഡ് ഗിയർ ബോക്സ് ഭയങ്കര ടൈറ്റ് ആണ്. നമ്മൾ വലിച്ചൊക്കെ ഇടണം. ചില സമയത്ത് റിവേഴ്സ് ഒന്നും വീഴില്ല. റിവേഴ്സൊക്കെ നമ്മൾ ഇങ്ങനെ അടിച്ച് വാങ്ങോട് മോനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഗിയറൊക്കെ ഊരിയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട്. പക്ഷേ യെസ്, കുറച്ച് റഫായിട്ട് ഗിയർ മാറണമാണ് എനിക്ക് കുറച്ചും കൂടെ രസം. സ്മൂത്ത് ആണെങ്കിൽ ആ സ്മൂത്ത്നെസ് ഉണ്ടാവും, റഫ് ആണെങ്കിൽ നമുക്ക് ആ റഫ് ഫീല് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അതും ഒരു രസമാണ്. എല്ലാം ഒരു രസമായിട്ട് കാണാം. എന്തെടുത്താലും എല്ലാം ഒരു രസമാണ്. അങ്ങനെ വിചാരിച്ച് നമ്മൾ നമ്മുടെ വണ്ടി ഓടിച്ച് തകർക്കുക. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എന്തുണ്ടെങ്കിലും നേരിടുക, വണ്ടി വെറുക്കാണ്ട്. വണ്ടി എന്നെ ചതിച്ചു, വണ്ടി എന്നെ മുക്കി കൊന്നു, അല്ലെങ്കിൽ വണ്ടി കൊള്ളൂല, വണ്ടി അതാണ് ഇതാണെന്നൊക്കെ നമുക്ക് അറിയാം. ഇറ്റ്സ് മാരുതിയുടെ വണ്ടിയാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, ഉള്ളതിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വാളിറ്റി വൈസ് ഒക്കെ ഇപ്പം അടിപൊളി ആവുന്നുണ്ട് പയ്യെ. മാരുതി നമ്മുടെ സ്വിഫ്റ്റ് ഡിസയറൊക്കെ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടി. അപ്പോൾ യെസ്, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ മാരുതി ഈസ് ഗെറ്റിംഗ് ബെറ്റർ ഇൻ ദ സേഫ്റ്റി പാർട്ട്. അപ്പോൾ ഇതും അതേപോലെ സേഫ്റ്റി 3 സ്റ്റാർ 4 സ്റ്റാർ എന്തോ തോന്നുന്നു സേഫ്റ്റിയുടെ കാര്യത്തിൽ. ആൻഡ് ഒരു റാറ്റ്ലിംഗ് നോയ്സും ഇല്ല ഇത്രയും നാളായിട്ട്. ഞാൻ 8,000 കിലോമീറ്ററായി. ഒരു റാറ്റ്ലിംഗ് നോയ്സോ ഒരു സാധനമോ, ഞാൻ വെച്ചേക്കണ എക്സ്ട്രാ സാധനങ്ങൾ കിടന്ന് കിലിങ്ങണമെന്നല്ലാണ്ട് വേറെ ഒരു റാറ്റ്ലിംഗ് നോയ്സോ ഒരു സാധനമോ എനിക്ക് ഇതുവരെ വണ്ടിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എവിടെയും അകത്ത് സെലോ ടേപ്പ് അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് റാറ്റ്ലിംഗ് സൗണ്ട് കളയേണ്ട ഒരു അവസ്ഥയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മാരുതിയുടെ ഒരു വണ്ടി എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം, റാറ്റ്ലിംഗ് നോയ്സ് ഇല്ലാത്ത ആ ഒരു പ്രശ്നം ഞാൻ ഭയങ്കര ഹാപ്പിയാട്ടോ. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നമോ ഒന്നും എനിക്ക് കാര്യം ബ്രിയോലൊക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എടുത്ത സമയത്ത് തന്നെ എനിക്ക് ചെറിയ റാറ്റിംഗ് നോയ്സ് ഡോറിൻ്റെ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ടായി. പക്ഷേ ഇതിൻ്റെ ഡോറൊക്കെ ഇനി ഡാമ്പ് ചെയ്യാനുണ്ട്. സ്പീക്കർ സിസ്റ്റം ഇത് സിസ്റ്റം മാറ്റൂല, പക്ഷെ അല്ലാണ്ടുള്ള നമ്മുടെ ബ്രിയോയിലുള്ള സിസ്റ്റം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കേട്ടിട്ടുണ്ട്. അതിന് ഈ സ്പീക്കറല്ല വേറെ സ്പീക്കർ സെറ്റ് ചെയ്യണം. അപ്പോൾ ആ സ്പീക്കേഴ്സും നമുക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പയ്യെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സുകളുമായി ഞാൻ വരുന്നതായിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ലാസ്റ്റായിട്ട് ആ പെർഫോമൻസ് ഒന്ന് ഞാൻ വണ്ടിയുടെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് ഉള്ള കാര്യം. സോ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാല് കൊടുത്ത് എടുത്ത് കാണിച്ചു തന്ന് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. 3, 2, 1 ഗോ. മോനെ കേറി പോണണ്ട, സ്റ്റോക്ക് ജിമ്മിനൊന്നും ഇങ്ങനെ പോവില്ല കേട്ടോ. കാറാൻ എൻ്റെ കോൺസെൻട്രേഷൻ കളഞ്ഞു ഗൈസ്. അപ്പം അങ്ങനെയാണ് വണ്ടി കയറിപ്പോയത്. അത്യാവശ്യം നല്ല ഹൈ RPM-ലും നമുക്ക് നല്ല പവർ ഡെലിവറിയോടെ ഈ ഒരു മാപ്പും ഈ ഒരു എയർ ബോക്സൊക്കെ സെറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ പ്രിറ്റി മച്ച് ഹാപ്പിയാണ്. നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിൽ വന്നാൽ ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല റിപ്ലൈകൾ തരുന്നതായിരിക്കും. സോ അതൊക്കെ തന്നെയായിരുന്നു എന്തുകൊണ്ട് താറെടുക്കണില്ല എന്നുള്ള കാര്യം ഞാൻ എൻ്റെ വണ്ടി എടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത് നിങ്ങൾക്ക് പോയി കണ്ടാൽ എൻ്റെ ഒന്നും കൂടെ പറയാം, വീട്ടിൽ വണ്ടി കയറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. താറിനെക്കാട്ടും നല്ല കംഫർട്ട് ഉണ്ട്. റോക്സ് അല്ല കേട്ടോ ഞാൻ പറഞ്ഞേ, അതിൻ്റെ പഴയ താർ 3 ഡോർ താറിനെക്കാട്ടും നല്ല കംഫർട്ടബിൾ ആണ്. ആൻഡ് യെസ്, ഇറ്റ്സ് പ്രിറ്റി മച്ച് ഗുഡ് ആൻഡ് ഐ ആം ഹാപ്പി. സോ യെസ്, അതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. സോ ഡോണ്ട് ഫെയർ ലൈക്ക് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഉണ്ടായിരിക്കും ഫോണേ.
സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ലിങ് അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ ആൻഡ് വെള്ളിമുങ്ങ. കാല് കൊടുക്കട മോനെ. ബൈ. തേർഡ് ഗിയറിൽ 120 എത്തിട്ടോണ്ടേ. തേർഡ് ഗിയർ 120. എനിക്ക് സ്റ്റോക്ക് വണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് യെസ്, തേർഡ് ഗിയറിൽ 120 വിത്ത് പീറ്റ്സ് സ്റ്റേജ് 1 മാപ്പ് ആൻഡ് എയർ ഇൻടേക്ക് ഫ്രം BMC. That's it. Bye-bye.